And that's it. The World Cup is done. And I am happy. Okay? ഞാനുള്ളത് പോലെ തന്നെ പറയാം. I am happy that Argentina lost. Like seriously, ആ ഒരു പെർഫോമൻസ് മാത്രമല്ല, അവർ കളിച്ച ഒരു ഫുട്ബോൾ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു എന്ന് തന്നെ പറയാം. ഓക്കെ ബ്രോ, എടാ എങ്ങനെ ഓരോ മൊമെന്റും നമുക്ക് മറ്റൊരു പ്ലെയർ ആയിട്ട് ഒരു ആൾട്ടർക്കേഷൻ വരുന്ന പോലെ കളിക്കാൻ കഴിയുക? എനിക്കറിയില്ല. കുറച്ചൊക്കെ റേജ് ബേറ്റ് ചെയ്യുക, കുറച്ചൊക്കെ ഒപ്പണൻസിന്റെ തലയിൽ കയറുക, അതെല്ലാം ഫുട്ബോളിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ബട്ട് എവ്രി സിംഗിൾ ടൈം അതും അങ്ങനെ നടക്കുന്നത് മാത്രമല്ല, ഓരോ തവണ ഇറ്റങ്ങൾ എസ്കേപ്പ് ആവടാ. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരെ ഈ ഒരു കളി കാണുമ്പോൾ. ആൻഡ് ഐ ആം ഹാപ്പി. ഓക്കെ, ഐ ആം ഹാപ്പി ദാറ്റ് സ്പെയിൻ വോൺ. അത്രയും ഒരു അപരാധം ടൈപ്പ് ഓഫ് സാധനം കാണിച്ചതിന് ശേഷം അർജന്റീന ഓരോ ടിപ്പിക്കൽ ലാസ്റ്റ് മിനിറ്റ് ജയിച്ചിനെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, സാധാരണ എനിക്ക് ദേഷ്യം ഇങ്ങനത്തെ സംഭവത്തിലൊന്നും നമുക്കൊരു അധികം ഇമോഷൻ ഇപ്പൊ വരില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു സാധനം കാണിച്ചു വെച്ച് ഫുട്ബോൾ ജയിക്കാന്നൊക്കെ പറയുമ്പോൾ അതും 0 ഷോട്ട്സ്. 90 മിനിറ്റിൽ 0 ഷോട്ട്സ് ആണെന്നെന്തോ തോന്നുന്നു. ആഫ്റ്റർ ആ ഒരു 30 ആഡഡ് മിനിറ്റ്, ആ ഒരു സമയത്ത് ഇവരെന്തൊക്കെയോ കുറച്ച് ഓൾമോസ്റ്റ് സ്കോർ ചെയ്യുന്ന മൊമെന്റ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ 0 ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു ആക്ച്വൽ ഷോട്ട് ഓൺ ടാർഗറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ടീമിന്റെ മേലെ എനിക്ക് ചെറിയൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവലുണ്ട്. അവരെങ്ങനെയൊക്കെ ആവും കളിക്കുക. ആ ഒരു മാച്ച് കാണുമ്പോൾ നമുക്ക് ഇന്റേണലി കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഫുട്ബോൾ. ഓക്കെ, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഐ വിൽ ബി ഡിസപ്പോയിന്റഡ്. ആൻഡ് അർജന്റീനയുടെ കാര്യത്തിലും മെസ്സിയുടെ കാര്യത്തിലും ഓവറോൾ ഐ ആം ഡിസപ്പോയിന്റഡ്. എങ്കിൽ പോലും മെസ്സിനെ പറ്റിയിട്ട് ഒരു സംഭവം ഞാൻ പറയില്ല. ഓക്കെ, ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു ഒറ്റ മാച്ചിൽ മാത്രമാണ് ആൾക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. ആൻഡ് ഐ തിങ്ക് അത് സ്പെയിനിന്റെ മികവാണ്. ഓക്കെ, സ്പെയിൻ അത്രയും ടോപ്പ് ക്വാളിറ്റി ടീമാണ്. ആൻഡ് മാച്ചിന്റെ ആ ഒരു ലാസ്റ്റ് ചെറിയൊരു പോർഷൻ മാറ്റി നിർത്തിയ സ്പെയിൻ ഓവർ റൂൾ ചെയ്തു തന്നെ പറയാം. ഓക്കെ, ഓവർ റൂൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ, അർജന്റീനയുടെ മേലെ കയറി നിരങ്ങി. അതും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അത്രയും ടോപ്പ് കളി കളിച്ചതുകൊണ്ടൊന്നല്ല. ആസ് എ ടീം അവർ ചെയ്യുന്ന ഓരോ കാര്യം പെർഫെക്ഷൻ. മിഡ്ഫീൽഡ് ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും കീപ്പർക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അറ്റാക്കിംഗ് വൈസ് അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഒന്നും അല്ലെങ്കിലും അവർ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും പെർഫെക്റ്റാ. ആൻഡ് അർജന്റീനക്ക് അതിന് ഒരു മിനിറ്റ് മാച്ചിന്റെ ഒരു സമയത്ത് പോലും ഒരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെസ്സിനെ അവർ പൂട്ടി എന്ന് തന്നെ പറയാം. ഐ മീൻ മെസ്സി എന്നുള്ള ഒരു ഫുട്ബോളർക്ക് പന്ത് കാലിൽ ഉണ്ടെങ്കിലാണല്ലോ ആൾക്കിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക. ആളുടെ ഏറ്റവും മാക്സിമം എന്ത് ചെയ്ത് സെൻട്രൽ ബാക്കിന്റെ അടുത്ത് വരെ പോയിട്ട് പന്ത് വിൻ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഈ ഒരു മാച്ചിൽ അത്രക്കും ആള് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പന്ത് ആളെടുത്തുകാണ് എത്തുന്നില്ല. പന്ത് എത്തണമെങ്കിൽ ആദ്യം അർജന്റീനയുടെ ബാക്കി പ്ലേയേഴ്സിന് പന്ത് കിട്ടണ്ടേ, അതും കിട്ടുന്നില്ല. മറ്റൊരു ചോദിക്കുക, ഇങ്ങക്ക് വേറെ ബോൾ വേണോ കളിക്കാൻ? അങ്ങനത്തെ ഒരു സാധനം ഒരിക്കൽ കൂടെ എൻ്റെ സൈഡിൽ നിന്ന് മെസ്സിയുടെ മേലെ ഒരു ഹിറ്റ് പീസ് ആയിട്ടോ അതല്ലെങ്കിൽ മെസ്സിയുടെ മേലെ ഹെയ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനം വരൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുട്ബോളർക്ക്, ഒരു ഇൻഡിവിജ്വൽ ഫുട്ബോളർക്ക് ഒരു ക്യാമ്പയിനിൽ, അതും വേൾഡ് കപ്പ് പോലെയുള്ള ഒരു ക്യാമ്പയിനിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം ആൾ ഈ ഒരു മൊമെന്റ് വരെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം മാറ്റി വെച്ചിട്ട് ആളുടെ ഒരു മോശം പെർഫോമൻസ് മാത്രം എടുത്തിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഹി ഡസന്റ് ഡിസേർവ് ദാറ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു ഫേക്ക് റെസ്പെക്റ്റിന്റെ കാര്യത്തിലല്ല കേട്ടോ ഞാനിത് പറയണത്. എനിക്ക് മെസ്സിന് അത്രയും റെസ്പെക്റ്റ് ആണ്, മെസ്സിന് നോ, അങ്ങനെ ഒരു സാധനം എനിക്ക് റൊണാൾഡോക്കും ഇല്ല, മെസ്സിക്കും ഇല്ല. ഞാൻ ഉള്ളത് പറയാം. ഓക്കെ, ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വെച്ചിട്ട് പുറത്ത് ഒരു റെസ്പെക്ട് ബോത്ത് ലെജൻഡ്സ്, റെസ്പെക്ട് ദ ഗോഡ്, ആ ഒരു സംഭവം എനിക്കില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ എന്താണോ ആ സമയത്ത് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞിരിക്കും, മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും. ബട്ട് ഐ ജെനുവിൻലി ബിലീവ് ആളുടെ മാക്സിമം, ഓക്കെ, 39-ാം വയസ്സിൽ അത്രയും കാര്യങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിൽ ആൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ആൾക്ക് വന്നിട്ടുള്ള ഈ ഒരു ബാഡ് സംഭവം മാത്രം വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതിനർത്ഥം ആ ഒരു സെയിം ട്രീറ്റ്മെന്റ് അർജന്റീനക്ക് കിട്ടുന്നല്ല കേട്ടോ. ഐ ഹേറ്റ് അർജന്റീന ആസ് എ ടീം, ആസ് പ്ലേയേഴ്സ്. അത്രയും വെറുപ്പീരാ. ഈ ഒരു മാച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് അവരുടെ മേലെ ഈ കോൺസ്പിറസീസ് ആണെങ്കിലും കോൺട്രവേഴ്സീസ് ആണെങ്കിലും റിഗ്ഡ് ആണ്, ഒരു ഫേവറേറ്റിസം ആ ഒരു ടീമിന് കിട്ടുന്നുണ്ട് ലോകം മൊത്തം ഇപ്പൊ പറയുന്നത്.
എടാ എങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെ അഗൈൻ 50-50 ബോൾസ് വിളിക്കാത്തതും അതൊക്കെ പോട്ടെ. പക്ഷെ ഈ ആളുകളുടെ ഒരു ക്യാരക്ടർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത്രയും മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശം. അവർ കളിക്കുന്ന ഫുട്ബോളിനെ ഞാൻ കുറ്റം പറയൂല. അവർക്ക് വേണമെങ്കിൽ ബസ്സോ ട്രെയിനോ ഇനി വല്ല മതിലോ എന്തെങ്കിലും ഒരു ഉണ്ടാക്കിക്കോട്ടെ. ഫുട്ബോൾ റൂൾസ് അനുസരിച്ച് അത് ഇല്ലീഗൽ സംഭവം എന്നല്ല, ഹറാം ബോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും. പക്ഷെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒരു പ്ലെയർ നിങ്ങളെ ഫേസ് ടു ഫേസ് വന്ന ഇറ്റങ്ങൾ അടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാ. അത് മാച്ച് കഴിഞ്ഞിട്ട് പരേഡസ് പോയിട്ട് വേറെ രണ്ടാൾക്കാരെ ഇടിക്കുക. വൈ? എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് അത്രയും ഒരു വെറുപ്പീര് ഫീൽ ചെയ്തു ഇറ്റങ്ങളെ ഈ ഒരു മൊത്തം സംഭവം കണ്ടപ്പോൾ. എനിക്ക് ആരോടും അങ്ങനെ ഒന്നും തോന്നാത്തത്. പക്ഷെ ഈ ഒരു മാച്ച് കൂടെ മര്യാദയ്ക്ക് ഇരുന്ന് കണ്ടപ്പോൾ അത്രയും ചടച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ചടച്ചു. ഇതും കുറെ അന്തം കമ്മി ഫാൻസ് വന്നിട്ട് ഇനി ക്രൈമോർ ഞങ്ങൾക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ട്, അത് ഉണ്ട്, ഇങ്ങക്ക് ഉണ്ട്. എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ കഥ പറഞ്ഞത്, അർജന്റീനയും മെസ്സിയും തോറ്റാലും അത്രയും സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. 2022 ഒരു വേൾഡ് കപ്പ് ഒരു അടിച്ചിട്ടേ ഉള്ളൂ. എല്ലാ തവണയും വേൾഡ് കപ്പ് ഒരേ ടീം അടിച്ചോളണം അങ്ങനെ ഒരു സംഭവമൊന്നും അധികം ഉണ്ടാവലില്ല ഫുട്ബോളിൽ. അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഇത്രയും അളിഞ്ഞ സംഭവങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പിന്നെയും ഓരോ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണല്ലോ, ദിസ് വാസ് എ ഹ്യൂമിലിയേഷൻ. ഒരു വേൾഡ് കപ്പ് ഫൈനലിലെ ഇത്രക്കും പുവർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, അതും അർജന്റീനയെ പോലെ ഒരു കൺട്രിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഹ്യൂമിലിയേഷൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഒരു 10 മിനിറ്റ് മാക്സിമം, 120 മിനിറ്റ് ഫുട്ബോളിൽ ഒരു 10 മിനിറ്റ് ആവും അർജന്റീന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനം അവർക്ക് കാണിക്കാൻ പറ്റിയത്. ആ കൂട്ടത്തിൽ തന്നെ ഒരൊറ്റ പ്ലെയർക്ക് മാത്രമാണ് തല ഉയർത്തിയിട്ട് ആ ഒരു പിച്ചിൽ നിന്ന് പോകാൻ പറ്റിയിട്ടുണ്ടാവുക. ഗോൾ കീപ്പർ എമ്മി മാർട്ടിനസ് ടോട്ടൽ 11 സേവ് എന്തോ ആൾ ചെയ്തു, അതിൽ 5 എണ്ണം ഫ്രം ഇൻസൈഡ് ദ ബോക്സ്. അതുകൊണ്ട് മാത്രമാണ് സ്കോർ 1-0 എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നത്. ഈ ഒരു എൻറ്റയർ ടൂർണമെന്റിൽ ജസ്റ്റ് 1 ഗോൾ കൺസീഡഡ്. അങ്ങനെ ഒരു പെർഫോമൻസിലെ ക്രൂഷ്യൽ പാർട്ട് ആയിട്ടുള്ള റോഡ്രി വിന്നിംഗ് ദ ഗോൾഡൻ ബോൾ അബ്സല്യൂട്ട്ലി ഡിസേർവ്ഡ് എന്ന് തന്നെ പറയാം. അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ മെസ്സിക്ക് പോകേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു മാച്ചിൽ അവർ മെസ്സിനെ തന്നെയാണ് മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചു പൂട്ടിയത്. ഹോണസ്റ്റ്ലി ഓരോരുത്തരായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എൻറ്റയർ സ്പാനിഷ് ടീം, ബെഞ്ചിൽ നിന്ന് വന്ന പെഡ്രി, നിക്കോ, അവരാണെങ്കിലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്ന ഡിഫൻഡേഴ്സ് ആൻഡ് ദ ഗോൾ കീപ്പർ, എടാ ഐ ഡോണ്ട് നോ, ദേ ആർ സ്ട്രോങ്. ഇൻഡിവിജ്വൽ എബിലിറ്റി കുറെ കാണിക്കുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു സ്ട്രോങ് അല്ല, ആസ് എ ടീം അങ്ങനെ ഒരു സ്ട്രോങ്. എങ്ങനെ നമ്മൾ ഈ ബോണ്ട് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു സാധനം. ഫെറാൻ ടോറസ് വിന്നിംഗ് ഗോൾ, ദ ഓൺലി ഗോൾ ആൻഡ് എ ഗുഡ് ഗോൾ. ഓക്കെ, റിയലി ഗുഡ് ഗോൾ. ആ ഒരു മൊമെന്റിലുള്ള നിക്കോ വില്യംസിന്റെ അവയർനെസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ആൾക്കത് ഹെഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആൻഡ് ഫെറാൻ ടോറസ് പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ്. ആളെ കാര്യത്തിൽ ഐ ആം ഹാപ്പി ഫോർ ഹിം. എന്താണെന്നറിയില്ല, എനിക്കൊരു സന്തോഷമൊക്കെ. പെഡ്രി വാസ് റിയലി ഗുഡ്. ആളിറങ്ങിയതിന് ശേഷമാണ് അറ്റാക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് ക്രോസസ് ആണെങ്കിലും മറ്റുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണെങ്കിലും സ്പെയിനിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വന്നതും അർജന്റീനന്റെ മേലെ കൂടുതൽ പ്രഷർ വന്നതും. അതുവരെ സ്പെയിൻ ഇങ്ങനെ കളിക്കുമ്പോൾ അർജന്റീന ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു ചവിട്ടോ അല്ലെങ്കിൽ പിടിച്ചു വലിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഒരു ഫ്ലോ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് പെഡ്രി പിച്ചിലെത്തിയതിനു ശേഷം കാര്യങ്ങളുടെ ഒരു വിധം തന്നെ മാറി. ഹോണസ്റ്റ്ലി ഇത്രയും നാളും എൻ്റെ മൈൻഡിൽ അർജന്റീനയോടൊരു ഹെയ്റ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു സംഭവം ഒന്നും ഇല്ലേനു. എനിക്ക് അർജന്റീന എന്നുള്ളത് അത്ര ഇഷ്ടമുള്ള ഒരു ടീമൊന്നല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഒബ്വിയസ്ലി എനിക്ക് പോർച്ചുഗലിനോടും ബ്രസീലിനോടും ഒക്കെ ഒരു ചെറിയൊരു ചായ ഉള്ളതുകൊണ്ട് അർജന്റീന എന്നുള്ളത് അത്ര പ്രിഫറബിൾ ടീം ആയിരുന്നില്ല. ബട്ട് ഇന്നത്തെ ആ ഒരു മാച്ചിൽ അവരുടെ പ്ലേയേഴ്സിൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടിട്ട് എന്താണെന്നറിയില്ല, ഇനി ഇപ്പോഴത്തെ കുറച്ചൊരു ഫീലിംഗ് ആവാം, ഐ കൈൻഡ് ഓഫ് ഹെയ്റ്റ് ദം. മെസ്സിനാണ് മാറ്റി നിർത്തിയ ബാക്കിയുള്ള കുറേ പ്ലേയേഴ്സിനെ ഐ കൈൻഡ് ഓഫ് ഹെയ്റ്റ് ദം. അവർ ചെയ്ത കുറേ കാര്യങ്ങൾ, കുറേ ഫൗൾസ് ഞാനിങ്ങനെ വാച്ചിലോങ്ങിന് സമയത്ത് പറയുന്നുണ്ട്, ഇതെന്താ റെഫറി ഇതൊക്കെ ഇങ്ങനെ ഇഗ്നോർ ആക്കി വിടുന്നത്. സത്യം പറയട്ടെ, ഈ ഒരു മാച്ചിന് ശേഷം ഞാൻ അന്ന് പറഞ്ഞു, ഒരു 10 മില്യൺ ആളുകൾ അർജന്റീനയെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പോടെ അത് 20 മില്യൺ ആയി. ഈ ഒരു ഫൈനലോടെ അത് ഒറ്റയടിക്ക് ഒരു 50 മില്യൺ ആയിട്ടുണ്ടാവും. ലൈക്ക് 50% ഒറ്റയടിക്കണ കൂടിയ പോലെ, 50 ടൈംസ് കൂടിയ പോലെ. അങ്ങനെയും ഒരു വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്ത് കൂട്ടിയത്. അതിൻ്റെ റീപ്ലേസ് ഒക്കെ അങ്ങനെ കാണുമ്പോൾ കലിപ്പ് വരടാ. ലൈക്ക് ടഗ്ലിയാഫിക്കോയുടെ ഭാഗത്തു നിന്ന് വന്ന സാധന തോന്നുന്നത്. അതുപോലെ എൻസോ, പരേഡസിൻ്റെ ഒക്കെ ചെപ്പക്കുറ്റി നോക്കി പൊട്ടിക്കാൻ തോന്നുന്നു ആൾക്കാർക്ക്. ഐ മീൻ നമ്മളങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഡിസലോ ചെയ്ത ഒരു ഗോൾ ഉണ്ടായിരുന്നു. എഗെയിൻ ജസ്റ്റ് ഒന്ന് വാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ
മെറീനോ ആണെന്ന് തോന്നുന്നു ഒട്ടമൻഡിയുടെ കാലിൽ ചവിട്ടുന്നൊക്കെ ഉണ്ട്. അത് ഗോള് ക്യാൻസൽ ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റഫറി ആദ്യം തന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നൊക്കെ തോന്നുന്നു. എന്തായാലും അതിൻ്റെ പേരിൽ റോബറി റിഗ്ഡ് എന്നൊന്നും പറയാനുള്ള അങ്ങനത്തെ ഒരാളല്ല ഞാൻ. പക്ഷെ അതിന് മുന്നുള്ള ബാക്കി കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഫേവറിറ്റിസ് ആണോ അതോ റെഫറി ഇനി കാണാത്തതാണോ അതോ വയ്യ എല്ലാവർക്കും, അതോ കളി നമ്മൾ ഫാൻസ് മാത്രമേ ഇതൊക്കെ കാണുള്ളൂ, എനിക്കറിയില്ല. ഈ ഒരു മാച്ചോട് ഉണ്ടായ സംഭവം എന്താണെന്നറിയോ? മെസ്സിനെ ഇഷ്ടപ്പെട്ടിട്ട് അർജന്റീനനെ ഇഷ്ടപ്പെടുന്ന അർജന്റീന ഫാൻ ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് വേൾഡ് കപ്പിൽ കളിക്കാത്ത ടീംസിലുള്ള അർജന്റീന ഫാൻസ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ളവര്, ബാക്കി അങ്ങനത്തെ കുറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ. പക്ഷേ വേൾഡ് കപ്പിൽ കളിക്കുന്ന രാജ്യങ്ങളിൽ മെസ്സിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ മെസ്സിനാണ് മാറ്റി നിർത്തിയ ഇപ്പൊ ഈ ഒരു എൻറ്റയർ അർജന്റീന ടീമിനെ ഹെയ്റ്റ് ചെയ്യാണ്. എനിക്കറിയാം ഇവിടെയുള്ള കുറെ മൊണ്ണേശികൾ വന്നിട്ട് അർജന്റീന കീ ജയ്, എടാ മെസ്സി ലോണ്ടനല്ലേ നിങ്ങളും അർജന്റീന, അല്ലാതെ നിങ്ങൾക്ക് അർജന്റീനയോട് അത്രയും ഒരു രാജ്യസ്നേഹവും തേങ്ങാക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ തലയും ബുദ്ധിയും ഇതിനുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു നല്ല പോലെ ഒന്ന് ചിന്തിക്ക്. എൻസോക്ക് റെഡ് കാർഡ് കൊടുത്ത ആ ഒരു മൊമെന്റ് ഒക്കെ ഹോണസ്റ്റ്ലി സാറ്റിസ്ഫൈങ് തന്നെ ഞാൻ പറയും. അതെനിക്ക് എൻസോനോട് ഇത്രയും കാലം ദേഷ്യം ഉള്ളതുകൊണ്ടൊന്നല്ല. പക്ഷേ എടാ അർജന്റീന പല മാച്ചിലായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂട്ടി നോക്കുമ്പോൾ ഇതാവരുത് അവരുടെ ഫസ്റ്റ് റെഡ് കാർഡ്. ഇതിന് മുന്നേ കിട്ടേണ്ട, എനിക്കറിയില്ല ഇത്രയും എങ്ങനെ ഇതല്ല ലൈക്ക് ഫൈനലി എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ്. എടാ ടോണി ക്രൂസിനെ പോലൊരാള് കളി കഴിഞ്ഞ ഉടനെ ഇതുപോലൊരു ട്വീറ്റ് ഇടാനും അതിന് ഇത്രയും ഇന്ററാക്ഷൻ ഉണ്ടാവണമെങ്കിലും അതിനൊരു കാരണമുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. മെസ്സി അത്രയും സങ്കടപ്പെട്ടിരിക്കുന്നതും കരയുന്നതും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതും ലിറ്ററലി 4 കൊല്ലം മുന്നേ ആളുടെ മെയിൻ സംഭവം ആൾ വിൻ ചെയ്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞതാ, ഐ കംപ്ലീറ്റഡ് ദ ഗെയിം. എന്നിട്ടും അവർക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമുക്കും അവരോടൊരു ഇഷ്ടം തോന്നാനുള്ള കാരണം. ആ ഒരു പാഷൻ, നമ്മൾ സ്നേഹിക്കുന്ന ഗെയിമിനോട് അവർ കൊടുക്കുന്ന ഒരു ലോയൽറ്റി ആണെങ്കിലും, ഇത്രയും അച്ചീവ് ചെയ്തിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഇനിയും നേടണം, ഇനിയും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹാപ്പി ആക്കണം എന്നുള്ള ആ ഒരു ഡിസയർ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഒരു ഇഷ്ടം. ഒരു ഫൈനൽ കാര്യമായിട്ട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ജോക്കായിട്ടൊക്കെ വേണമെങ്കിൽ എടുത്തോ, ബട്ട് ഇപ്പൊ എനിക്ക് പോർച്ചുഗലിനെയും അണ്ണനെയും വന്ന് അത്ര പറഞ്ഞത് ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്, ഒരു ചെറിയ റിഗ്രറ്റ്. ഈ ഒരു സ്പെയിനിനെതിരെ പോർച്ചുഗലിന് ഷോർട്ട് ഓൺ ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു മൊമെന്റിൽ സ്പെയിനിനെതിരെ ഇച്ചിരി കൂടെ നന്നായി കളിച്ചതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിനെ ഇവർ പഞ്ഞിക്കിട്ടു, അർജന്റീന പഞ്ഞിക്കിട്ടു, പോർച്ചുഗലിനെ പഞ്ഞിക്കിട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ടൈപ്പ് ആയിരുന്നില്ല. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും കമന്റ് ചെയ്യുക. ബൈ ബൈ.